അച്ഛനും കൂടിയിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഇതൊന്നും ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നന്ദു പറയുന്നുണ്ട്, ഞാൻ അപ്പളേ പറഞ്ഞില്ല ചേച്ചി ഞാൻ വരുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ? അന്ന് മോള് പറയാതെ പോയതിന് പോലും മുത്തശ്ശനും മുത്തശ്ശിക്ക് നല്ല പിണക്കാ. ഇനി ഇന്നും കൂടി മോള് വന്നില്ലെങ്കിൽ അവര് വേറെന്ത് വിചാരിക്കും? ഇവിടെ ആരും മറ്റാരും ഒന്നും അറിഞ്ഞിട്ടില്ല, ജാനകി ചെറിയമ്മ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മോള് വരാതിരുന്നാൽ അത് കൂടുതൽ പ്രശ്നം വഷളാകും. എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. അതുവരെ ഒന്നും ആരും വരാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ല. മോളുടെ വന്നില്ലെങ്കിൽ സാരമില്ല. മോള് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടന്നാൽ മാത്രമേ ബാക്കിയുള്ളവരും ഇതൊക്കെ വിശ്വസിക്കുകയുള്ളൂ. മോളിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും മോളെ സംശയിക്കുമെന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അകത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്ദുനാണെങ്കിൽ ഈ അനി വരുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ്. ജാനകി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അങ്ങനെ അനിയാണെങ്കിൽ അന്നത്തെ ദിവസം വീട്ടിലോട്ട് പോലും വരുന്നില്ല. ഈ നന്ദു വരുന്ന ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നിയിട്ട് അവൻ പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി നടക്കാണ് കേട്ടോ. ശരിക്കും അവൻ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നത് തന്നെ നന്ദുനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്ദു ഇനി അനിയുടെ ഫോണിൽ വിളിച്ചാൽ ശരിയാവില്ലെന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഓരോ ഗ്രൗണ്ട് തോറും നടക്കുകയാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ നന്ദു ഉണ്ടെന്നുള്ള കാര്യം ഇവൻ അറിയുന്നില്ല. അവിടുന്ന് അനിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരുന്ന ഏകദേശം സന്ധ്യ സമയത്തൊക്കെ ആയിരിക്കും വരിക. അപ്പോഴേക്കും ഇവൻ കയറിയിരുന്ന് കാണുമ്പോൾ ജാനകി ചോദിക്കുകയാണ്, നീ എവിടെ പോയതാണ് ഇത്രയും നേരവും? നാളെ കഴിഞ്ഞ് നിന്റെ കല്യാണം, ഇനി ഒറ്റ ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ സന്ധ്യ സമയം വരെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാവെന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശം പറയുന്നുണ്ട്, അതെ, നല്ല തല്ല് തരിക വേണ്ട നിനക്കിട്ട്. ഇപ്പോഴും ഒരു ഉത്തരവാദിത്വം നിനക്ക് വന്നിട്ടില്ല അല്ലേ? നാളെ കഴിഞ്ഞാൽ 3 ബ്രാഞ്ചും ഒരു പെൺകുട്ടിയും നിന്റെ കയ്യിലേക്ക് വരാൻ പോവാണ്. നിന്റെ ഉത്തരവാദിത്തമാണ് ബാക്കിയെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവൻ അകത്തേക്ക് കയറി പോകാൻ പോകുമ്പോഴേക്കും നിൽക്കണം അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. നീ എന്താ ഞാൻ പറഞ്ഞത് മറുപടി പറയാത്തത്? ഇത്ര നേരം എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു ചേട്ടാ, കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടി പോയതാ എന്ന് പറയുന്നുണ്ട്. അപ്പം നിനക്ക് വീട്ടിൽ മനസ്സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശ്. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ അനി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചോദിച്ചത് കേട്ടില്ലേ? നിനക്കിവിടെ സമാധാനം ഇല്ലേന്ന്? ഇല്ല ചേട്ടാ, എനിക്ക് ഒട്ടും സമാധാനം ഇല്ല. ഞാൻ എല്ലാവരോടും ആകുന്നത് പറഞ്ഞല്ലേ. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ യാതൊരു മൂടും ഇല്ല. അതെന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചത്? ആ ഒരു കാരണമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ജാനകി എന്നിട്ട് പറയാണ്, അവന്റെ കാരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, മിണ്ടാതെ കയറിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്താ ജാനകി കാര്യം? ജലജ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയനയും കനവും എല്ലാം താഴെ കാണും. പക്ഷെങ്കില് നമ്മുടെ നന്ദു മാത്രം അവൾക്ക് കൊടുത്തേക്കുന്ന മുറിയിൽ ഇരിക്കായിരിക്കും കേട്ടോ. ആകെപ്പാടെ വിഷമിച്ച് അവളിങ്ങനെ മുറിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇവളുണ്ടെന്ന് പോലും അറിയാതെ അനി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും അകത്താരും ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് പുറകോട്ട് വരുമ്പോഴാണ് കാണുന്നത് നന്ദോടെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോഴേക്കും അവന് ഭയങ്കരമായിട്ടൊരു സന്തോഷം കേട്ടോ. പെട്ടെന്ന് തന്നെ അവൻ അകത്തേക്ക് കയറുകയാണ്. നന്ദു, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അനി, ഞാൻ രാവിലെ വന്നതാ. പിന്നെ നീ എന്താ നിന്നെ വിളിക്കാഞ്ഞേ? എന്തിനാ നീ വിളിക്കുന്നേ? നാളെ നിന്റെ വിവാഹമല്ലേ, വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വരണ്ടേ? നിന്റെ ഏടത്തിയുടെ അനിയത്തിയില് ഞാൻ ആ ഒരു ബന്ധം വെച്ച് വന്നല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ, വരാതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നടക്കുന്നതൊക്കെ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നുക. എനിക്കെന്തോ പേടിയാവുന്ന നന്ദു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയത്. വഴിക്കച്ചെങ്ങാണം നിന്നെ കാണാൻ പറ്റുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണി, പക്ഷേ നിന്റെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അനാമിക വിളിച്ചിട്ട് നിന്റെ അമ്മയോട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. സത്യം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ലല്ലോ. നീ മാത്രമേ സ്നേഹിച്ചുള്ളൂ എന്നുള്ള കാര്യവും അവൾക്കറിയില്ലല്ലോ. അവൾ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിന്റെ അമ്മ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാ. എന്റെ ചേച്ചിമാരോടും ഭയങ്കര ദേഷ്യം ഇപ്പൊ നിന്റെ അമ്മയ്ക്ക്. ആകെപ്പാടെ എന്റെ ചേച്ചിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് നിന്റെ അമ്മയാ. ഇപ്പൊ അതും മാറി, അവരായിപ്പോ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നീ എന്നോട് സംസാരിച്ചിരിക്കുന്നവർ കാണണ്ട. ഞാന് കഴിവതും കല്യാണത്തിന് അന്ന് വരാമെന്ന് പറഞ്ഞതാ. പക്ഷെ അച്ഛനും ചേച്ചിയും സമ്മതിക്കാതെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാ. മുത്തശ്ശിയൊക്കെ എന്ത് കരുതുന്നു കരുതിയിട്ടാ വന്നത്. അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വരണ്ട. വന്ന് സംസാരിക്കുന്ന കണ്ട നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടായി, ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഈ സംഭവം നിന്റെ അമ്മ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഇനിയോട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് ബാക്കി എല്ലാവരും അറിയിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ അനി ഇവിടുന്ന് പോ എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞിട്ട് വിഷമിച്ച് അവനോടൊന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. അവൻ പോയ പുറകെ തന്നെ നന്ദു ആ കടലിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയത്ത് അനിയും മുറിയിൽ പോയിട്ട് അനിയും കിടന്ന് കരയുന്നു കേട്ടോ. ഇവരെ ലവ് ട്രാക്ക് ശരിക്കും നല്ല രസമാണ്. ഇവരെ ആ ഒരു ഫീലിങ്സും ആ ഒരു വിരഹമൊക്കെ നല്ലൊരു അവർ പറയാതെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് തന്നെ കാണാൻ നല്ലൊരു രസമായിരിക്കും കേട്ടോ. അങ്ങനെ ജാനകി ഇവന്റെ തൊട്ടുപുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ജാനകി നോക്കുമ്പോൾ എന്തായാലും നന്ദുവിന്റെ മുറി ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. അവള് നേരെ അനിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ അനി അവിടെ ഇരിക്കുകയായിരിക്കും. അങ്ങനെ അകത്തേക്ക് ജാനകി കയറുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വാഴക്കല്യാണം എല്ലാം നടത്തുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. ഒരിക്കലും ആ നന്ദു എന്ന് പറഞ്ഞ അവള് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട്
അപ്പോഴേക്കും അനി ചാടി എന്നിട്ട് ചോദിക്കാണ്, എന്താവേ നന്ദുവിന്റെ കുഴപ്പം? ഓഹോ, നീ അത്രയ്ക്കൊക്കെ പറയാറായോ? കുഴപ്പമുണ്ട്. അവളും അവളുടെ ചേച്ചിമാരും എല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ നിന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. അമ്മ ഒരിക്കലും ഇല്ല. നന്ദു ഈ നിമിഷം വരെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവളുടെ പുറകെ നടന്നും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ. അപ്പോഴൊന്നും അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരിക്കലും ഈ വീട്ടിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾക്ക് ഞാനൊരു ഫ്രണ്ട് മാത്രമാണെന്നും. അതാ സത്യം. അല്ലാതെ അമ്മ അവളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട, ആ പേരും പറഞ്ഞ് ചേച്ചിനെ ഉപദ്രവിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്കറിയടാ എല്ലാം. ഇപ്പോഴത്തെ ഈ അനാമികയുടെ തട്ടിക്കൊണ്ടുപോകലിന് പിറകിലും അവളുമാർ തന്നെയാ. അമ്മ എന്തൊക്കെ വിടുത്തായി പറയുന്നേ? അതിന്റെയൊക്കെ പിന്നിൽ എന്തോ വലിയ ഗൂഢമായ കളികളുണ്ട്. ഈ അനാമിക എനിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. അവളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പം അവൾ ഇവിടെങ്ങും ആയിരുന്നില്ല. അവൾ ഈ നാട്ടുകാരി പോലും അല്ല. കുറച്ചു കാലം മാത്രമല്ല അനാമികയോട് താമസിക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയോ ഒരിത് അതിന്റെ പിന്നിലെനിക്കുണ്ട്. എനിക്ക് ഈ വിവാഹം തീരെ താല്പര്യമില്ല. എല്ലാവരും നിർബന്ധിച്ച് വെച്ചിട്ട് എന്റെ ജീവിതം തന്നെ പാഴാകാൻ പോവാ. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നത് നന്ദുവിനെയാ. ഇനി അങ്ങോളം അങ്ങ് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. നന്ദു 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 നിന്റെ പോരുത്. നീ എന്താ പറഞ്ഞത്? നാളെ നിനക്ക് മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ പോവാ. അതിനിടയിലും അവന്റെ ഒരു നന്ദു. ഇനി മേലെ ആ വാക്ക് നീ ഉച്ചരിക്കരുത്. അങ്ങനെ ഉച്ചരിച്ചാലേ ഈ ആമയെ പെണ്ണിനെ ജീവനോട് കാണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാനകി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. അനിയാണല്ലേ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനെ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടം വരും. അതിനുശേഷം ജാനകി എല്ലാവരും പോയി കിടക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. രാത്രിയിൽ അനി വീണ്ടും നന്ദുവിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. ജാനകിക്കാണെങ്കിൽ ഇങ്ങനെ അവൻ മുറിയിലേക്ക് പോകുന്ന പേടിയായിട്ട് ഉറങ്ങാതെ കിടക്കായിരിക്കും. ഒരു നിമിഷത്തിൽ ജാനകി ഉറങ്ങിപ്പോവും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് നന്ദുവിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഡോറ് തട്ടുന്നുണ്ട്. അപ്പൊ നന്ദു കുറെ നേരം തുറക്കുന്നില്ല കേട്ടോ. തുറക്കാതെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. വീണ്ടും വീണ്ടും കൊട്ടുന്നോണ്ട് തന്നെ നന്ദു വന്ന് കഥ തുറക്കാണ്. എനിക്കറിയാം നീയാണ്. നീ എന്തിനാ വന്നേ? സമയം എത്ര നിന്റെ വിചാരം? സമയം ഏകദേശം 2 മണിയാവുന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ല നന്ദു. അത് ഞാൻ ഉറക്കമായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലായി നീ ഉറക്കമല്ലെന്ന്. ഉറങ്ങിക്കിടുന്ന ഒരാളെ എനിക്ക് വന്നാലല്ലോ നീ വരുന്നത്. നിന്റെ കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഇല്ല അനി, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പക്ക പെർഫെക്റ്റ് തന്നെയാ. എന്റെ മനസ്സിനോട് അങ്ങനെ യാതൊരു ഫീലിങ്സും ഇല്ല. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം എന്ന് പറയുന്നുണ്ട്. എത്ര തവണയാ നന്ദു നിന്റെ കണ്ണുകളോട് നീ എന്നോട് പ്രണയം പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് വാഗുണ്ട് നീ വെറുതെ പറയല്ലേ ഫ്രണ്ടാണെന്ന്. നിന്റെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം നീ ഒരു പെണ്ണ് തന്നെയല്ലേ. നിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്നോട് എത്രമാത്രം പ്രണയമുണ്ടെന്ന്. നിന്റെ ഓരോ നോട്ടത്തിലും ഓരോ ബിഹേവിയറിലും ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ ഈ സാഹചര്യം കൊണ്ടല്ലേ നീ ഒന്നും തുറന്നു പറയാത്തേ? അനി, ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നാളെ നിന്റെ കല്യാണാ. ഇന്ന് നിന്റെ കല്യാണം തലേ ദിവസമാണ്. ഇന്ന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. നാളെ നീ അനാമയ്ക്ക് സ്വന്തമാകാൻ പോവാ. ദയവ് ചെയ്ത് നീ എന്നെ ഇട്ടിട്ട് പോ. നീ ഇവിടെ നിൽക്കല്ലേ. ആരെങ്കിലും ഒന്ന് കണ്ട എന്തായിരിക്കും അവസ്ഥ? രാത്രി 2 മണിക്ക് ഞാൻ നിന്നെ വിളിച്ച് മുറിയിൽ കയറ്റി എന്ന് പറയുള്ളൂ. ദയവ് ചെയ്ത് എനിക്ക് എന്റെ ചേച്ചിമാർക്ക് പേരുദോഷം ഉണ്ടാക്കി വെക്കല്. അല്ലെങ്കിൽ തന്നെ എന്റെ ചേച്ചിമാർക്ക് ഇവിടെ പുല്ല് വിലയാ. അതിന്റെ കൂട്ടത്തില് ഇതും കൂടെ ആയാല് എന്റെ ചേച്ചിമാർ പിന്നെ ഈ വീട്ടിൽ പോലും നിൽക്കില്ല. ദയവ് ചെയ്ത് നീ ഇറങ്ങിപ്പോ. അനി പറയാണ്, ശരി, ഒരു കാര്യം പറഞ്ഞാല് ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. നിനക്കെന്നെ ഇഷ്ടമാണോ? അനി ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പാർട്ട് 2 ഒരുപാട് ലെങ്തി ആയി പോയതുകൊണ്ട് തന്നെ അടുത്തോടെ അപ്ലോഡ് ചെയ്യാവേ.